ഈ ചാനലിൽ കൂടെ കേറ്ററ്റ്, സീറ്ററ്റ് അതുപോലെ തന്നെ PSC പരീക്ഷകളുടെ എല്ലാവിധമായ നോട്ടും സിലബസ് അനുസരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് അത് ഒരു വീഡിയോയ്ക്ക് കണ്ടിന്യൂഷനാണ് അടുത്ത വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും പ്ലേലിസ്റ്റിലെ ഓരോ വീഡിയോസും കണ്ട് വേണം പഠിക്കാൻ. അത് കണ്ടിന്യൂഷനാണ്, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആണ്. വീണ്ടും ക്ലാസ്സുകൾ ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതനുസരിച്ച് ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്ലാസ്സും ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവിധമായ നോട്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്ന. ഓരോ സബ്ജക്ട്സ് വൈസ് നോട്ടുകളും വീഡിയോ ക്ലാസ്സസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോന്നും നല്ല ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. വൈറസസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താതെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയ ഒരെണ്ണമാണ് വൈറസസ്. ഇനി എന്താണ് വൈറസസ്? വൈറസസ് എന്ന് പറഞ്ഞാൽ നോൺ സെല്ലാർ ഓർഗാനിസം ആണ്, സെല്ല് ഇല്ലാത്ത ഒരു ഓർഗാനിസം ആണ്. ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിങ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. ലിവിങ് സെല്ലിന് അപ്പുറമായിട്ട് ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ക്യാരക്ടറൈസ് ചെയ്യുന്ന നോൺ സെല്ലാർ ഓർഗാനിസമാണ് വൈറസ്. റഷ്യൻ ബയോളജിസ്റ്റായ ഇവാനോസ്കി 1892 ടുബാക്കോയിൽ ടുബാക്കോ മൊസൈക് ഡിസീസസിൽ വൈറസിനെ കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ബാക്ടീരിയയെക്കാളും ചെറിയ മൈക്രോ ഓർഗാനിസം ആണ് ടുബാക്കോയിലെ ടുബോക് മൊസൈക് ഡിസീസിന് കാരണമായെന്ന് പറഞ്ഞു. അതിനെയാണ് TMV എന്ന് പറയുന്നത്, ടുബാക് മൊസൈക് വൈറസ്. അത് എക്സ്ട്രീംലി സ്മോൾ ആണ്. അതിനെ ഒരു ഫിൽറ്ററിൽ കൂടെ വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്യിക്കാം. MW ബിജിനറിക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഈ ഇൻഫെക്റ്റഡ് പ്ലാന്റ് ആയിട്ടുള്ള ടുബാക്കോയിൽ നിന്ന് വരുന്ന എക്സ്ട്രാക്ട് ഒരു ഹെൽത്തി പ്ലാന്റ്സിന് ഇൻഫെക്ഷന് കാരണമാവും. ആ ഫ്ലൂയിഡിനെ പറയുന്നതാണ് കണ്ടാജിയം വൈവിയം ഫ്ലൂയിഡം. ഒരു ഇൻഫെക്റ്റീഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് ആണ്. ടുബാക്കോ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ടുബാക്കോയിൽ വരുന്ന എക്സ്ട്രാക്ട് മറ്റൊരു ഹെൽത്തി പ്ലാന്റിന് ഇൻഫെക്ഷന് കാരണമാകും. ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് കണ്ടാജിയം വൈവിയം ഫ്ലൂയിഡം. ഇസ് എ ഇൻഫെക്റ്റീഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. വൈറസ് എന്ന നെയിം മീൻ ചെയ്യുന്നത് വീനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് ആണ്. ഈ പേര് നൽകിയത് പാസ്റ്റർ ആണ്. വൈറസ് എന്ന നെയിം കൊടുത്തത് പാസ്റ്റർ ആണ്. ഇത് ഫസ്റ്റ് ഡിസ്കവേർഡ് ചെയ്ത റഷ്യൻ ബയോളജിസ്റ്റ് ഇവാനോസ്കി ആണ്. ഇത് ആദ്യം കണ്ടെത്തിയത് ടുബാക്കോയിലെ ടുബാക്മോസോ ഡിസീസിൽ നിന്നാണ്. കാരണമായ വൈറസ് ആയിട്ട് TMV ആണ്. MW ബെജിനറിക് ആണ് ഈ ഇൻഫെക്റ്റീഷ്യസ് ആയിട്ടുള്ള ടുബാക്കോയിൽ നിന്ന് വരുന്ന എക്സ്ട്രാക്ട് മറ്റൊരു ഹെൽത്തി പ്ലാന്റിന് ഇൻഫെക്ഷൻ നൽകുമെന്ന് കണ്ടെത്തിയത്. ആ ഫ്ലൂയിഡിനെ കണ്ടാജിയം വൈവിയം ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതൊരു ലിവിങ് ഇൻഫെക്റ്റീഷ്യസ് ഫ്ലൂയിഡ് ആണ്. വൈറസ് എന്ന വേർഡ് മീൻ ചെയ്യുന്നത് വീനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് ആണ്. ഇത് നൽകിയത് പാസ്റ്റർ ആണ്. WM സ്റ്റാൻലി ആണ് വൈറസിന് ക്രിസ്റ്റലൈസ്ഡ് അയക്കാം അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഫോമിലായിരിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് പ്രോട്ടീൻ കൊണ്ടാണ് ഈ വൈറസ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചത് WM സ്റ്റാൻലി ആണ്. ഇതൊരു ട്രൂ ആയിട്ടുള്ള ലിവിങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് ഒരു കറക്റ്റ് പ്ലേസ് ക്ലാസിഫിക്കേഷനിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് സ്പെസിഫിക് ഹോസ്റ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇതൊരു ഇനേർട്ട് ആണ്. അതുകൊണ്ടാണ് നോട്ട് ട്രൂ ലിവിങ് എന്ന് പറയുന്നത്. വൈറസസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. വൈറസസ് ലിവിങ് തിങ്സിന്റെയും നോൺ ലിവിങ് തിങ്സിന്റെയും ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. വൈറസ് ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഇത് ലിവിങ് തിങ്സിന്റെയും നോൺ ലിവിങ് തിങ്സിന്റെയും ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇത് ലിവിങ് തിങ്സുമായിട്ട് എങ്ങനെ റിസംബിൾസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറസസ് ഡിഫറെന്റ് വെറൈറ്റീസ് അല്ലെങ്കിൽ സ്ട്രെയിൻസിൽ ഒക്യൂർ ചെയ്യും. ഇതിന് അതിൻ്റെതായ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. വൈറസസ് മ്യൂട്ടേഷന് വിധേയമാവും. വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റബോളിക് മെഷീനറി യൂസ് ചെയ്തുകൊണ്ടാണ്. ഹോസ്റ്റ് സെല്ലിന്റെ മെറ്റബോളിക് മെഷീനറി യൂസ് ചെയ്തുകൊണ്ടാണ് വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അൾട്രാ വയലറ്റ് റേസ് കൊണ്ട് ഇത് ഡിസ്ട്രോയ് ആയി പോകും. ഇതൊക്കെയാണ് ലിവിങ് തിങ്സുമായിട്ടുള്ള റിസംബ്ലൻസ് എന്ന് പറഞ്ഞത്. ഇനി നോൺ ലിവിങ് ക്യാരക്ടേഴ്സിന്റെ എന്തൊക്കെയാണ് റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സെല്ലാർ സ്ട്രക്ചർ ഇല്ല, ഒരു എൻസൈം സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടൊരു മെറ്റബോളിക് ആക്ടിവിറ്റി അതിനില്ല. ദേ ലാക്ക് എ സെല്ലാർ സ്ട്രക്ചർ, ദേ ലാക്ക് enzyme system and do not have metabolic activity of their own. They can be crystallized and stored in bottles like crystal.
ഇതൊരു ക്രിസ്റ്റലൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രിസ്റ്റൽസിനെ പോലെ ഇതിനെ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദേ ഡു നോട്ട് റെസ്പിറേറ്റ്, അതിന് ശ്വസനം ഇല്ല. ഇതൊക്കെയാണ് നോൺ ലിവിങ് ക്യാരക്ടേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. വൈറസ് നോൺ ലിവിങ് അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് സെല്ലാർ സ്ട്രക്ചർ ഇല്ല, ഇതിന് അതിൻ്റെതായ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി ഇല്ല, ഒരു എൻസൈം സിസ്റ്റം ഇല്ല. ഇത് ക്രിസ്റ്റലായതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ ക്രിസ്റ്റലിനെ പോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് റെസ്പയർ ചെയ്യില്ല. ഇതുപോലെ വൈറസ് ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് ബയോളജിസ്റ്റ് പസിൽസ് എന്ന് പറയുന്നത് എന്തിനാണ്? വൈറസിനാണ്. അതിൻ്റെ കാരണം ഇത് ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നുണ്ട്. വൈറസ് ബാക്ടീരിയയെക്കാളിലും ചെറിയ മൈക്രോ ഓർഗാനിസം ആണ്. ഇതൊരു നോൺ സെല്ലാർ ഓർഗാനിസം ആണ്. It is characterized by having an inert crystalline structure outside the living cell. It is discovered by Russian biologist Ivanovsky in 1892, first in tobacco mosaic disease in tobacco. It is extremely small and pass-through filter. M.W. Beijerinck demonstrated the extract of the infected plant of tobacco cause infection in healthy plants and called the fluid as Candidarium vivium fluidum or infectious living fluid. The name virus means venom or poisonous fluid given by Pasteur. W.M. Stanley showed that virus could be crystallized and crystals consist large of proteins. Virus did not find a place in classification since they are not true living. They are inert outside their specific host cell. Viruses are obligate parasites. Virus share characters of both living and non-living things. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇതിൻ്റെ നോൺ ലിവിങ് തിങ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ രണ്ട് പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ ബയോളജിസ്റ്റ് പസിൽസ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് വൈറസസ്. വൈറസിൻ്റെ സ്ട്രക്ചർ. വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. ഇതിനൊരു പ്രോട്ടീൻ കോട്ടുണ്ട്. ഈ പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ്. അതുപോലെ തന്നെ ഒരു ജനറ്റിക് മെറ്റീരിയൽ, ഇത് DNA ആവാം RNA ആവാം. വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് മേ ബി DNA ഓർ RNA. ക്യാപ്സിഡ്, വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഇത് സ്മോൾ സബ് യൂണിറ്റ്സ് ആയിട്ടുള്ള ക്യാപ്സോമിയേഴ്സ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. സ്മോൾ സബ് യൂണിറ്റ്സ് ആയിട്ടുള്ള ക്യാപ്സോമിയേഴ്സ് കൊണ്ടാണ് ക്യാപ്സിഡ് ഫോം ചെയ്തേക്കുന്നത്. ക്യാപ്സോമിയേഴ്സ് പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ക്യാപ്സോമിയേഴ്സ് ആണ്. ക്യാപ്സോമിയേഴ്സ് ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോമിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ജനറ്റിക് മെറ്റീരിയൽ RNA ആവാം, DNA ആവാം. വൈറസ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ്സ് ഹാവ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. പ്ലാന്റ്സിൽ വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ആനിമൽ വൈറസസ് ഒന്നെങ്കിൽ സിംഗിൾ ആവാം അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ഓർ DNA ആവാം. സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാം ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കും ആനിമൽ വൈറസസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്ന വൈറസസ് എന്ന് പറയുമ്പോൾ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും. ബാക്ടീരിയോഫേജ്, വൈറസ് വിച്ച് ഇൻഫെക്ട് ദ ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഇത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് DNA. ബാക്ടീരിയയെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. വൈറസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് എന്തൊക്കെയാണ്? ഡിസീസസ് കോസ്ഡ് ബൈ വൈറസസ്: mumps, smallpox, herpes, influenza and AIDS. Autoimmune deficiency syndrome. Mumps, smallpox, herpes, influenza and AIDS. പ്ലാന്റ്സിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് വൈറസ് എഫക്ട് ചെയ്തുകൊണ്ട്? മൊസൈക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, യെല്ലോയിങ് ആൻഡ് വീൻ ക്ലിയറിംഗ്, ഡാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഡോൺ. ഇതിനെല്ലാം കാരണം വൈറസസിന്റെ എഫക്റ്റ് ആണ്. ദെൻ വൈറോയിഡ് എന്താണ്? 1971
തിയോഡൈനർ ആണ് പുതിയൊരു ഇൻഫെക്റ്റീഷ്യസ് ഏജന്റ്, വൈറസിനെക്കാളും ചെറിയൊരു ഇൻഫെക്റ്റീഷ്യസ് ഏജന്റിനെ ഡിസ്കവർ ചെയ്തത്. 1971 തിയോഡൈനർ ആണ് വൈറസിനെക്കാളും ചെറിയ ഇൻഫെക്റ്റീഷ്യസ് ഏജന്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇറ്റ് കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിന് കാരണം ഈ ഒരു ഇൻഫെക്റ്റീഷ്യസ് ഏജന്റ് ആണ്. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി എ ഫ്രീ DNA. ഫ്രീ DNA ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. വിത്തൗട്ട് സറൗണ്ടഡ് ബൈ എനി ന്യൂക്ലിയർ പ്രോട്ടീൻ കോട്ട്. ഒരു ന്യൂക്ലിയർ പ്രോട്ടീൻ കോട്ടും ഇല്ലാതെ ഒരു ഫ്രീ RNA ഫോമിലാണ് ഇത് കാണപ്പെടുന്നത്. RNA എന്ന് പറഞ്ഞാൽ ലോ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും. അതാണ് വൈറോയിഡ്. 1971 തിയോഡീനർ ആണ് ഡിസ്കവർ ചെയ്തത്. വൈറസിനേക്കാൾ സ്മോളർ ആയിട്ടുള്ള ന്യൂ ഇൻഫെക്റ്റീഷ്യസ് ഏജന്റ് ഉണ്ട്. ഇറ്റ് കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിന് കാരണമായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ വൈറോയിഡ് ആണ്. ഇറ്റ് ഫൗണ്ട് ടു ബി എ ഫ്രീ RNA വിത്തൗട്ട് സറൗണ്ടഡ് ബൈ എനി ന്യൂക്ലിയർ പ്രോട്ടീൻ. ഒരു ന്യൂക്ലിയർ പ്രോട്ടീൻ്റെ സറൗണ്ട്സിലെ ഫ്രീ RNA ആയിട്ടാണ് കാണപ്പെടുന്നത്. RNA ആസ് എ ലോ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ലൈക്കൺസ്. ആൽഗയുടെയും ഫംഗയുടെയും സിംബിയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. സിംബിയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗ ആൻഡ് ഫംഗെ ആർ ലൈക്കൺസ്. ഫംഗൽ കമ്പോണന്റാണ് മൈക്കോബിയൻ എന്ന് പറയുന്നത്. ആൽഗൽ കമ്പോണന്റിനെ ഫൈക്കോബിയന്റ് എന്ന് പറയും. ഫംഗൽ കമ്പോണന്റ് മൈക്കോബിയന്റ്, ആൽഗൽ കമ്പോണന്റ് ഫൈക്കോബിയന്റ്. ഫൈക്കോബിയൻ പെർഫോംസ് ഫോളോയിങ് ഫങ്ഷൻസ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഫൈക്കോബിയൻ ചെയ്യുന്നത്? സിന്തസൈസ് ഓർഗാനിക് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി ഓർഗാനിക് ഫുഡ് സിന്തസൈസ് ചെയ്യും. ഫിക്സസ് നൈട്രജൻ വെൻ ഇറ്റ് ഈസ് എ സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്യും. ആൽഗെ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫൈക്കോബിയന്റെ പാർട്ട് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിന്തസൈസ് ഓർഗാനിക് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്, ഫിക്സസ് നൈട്രജൻ വെൻ ഇറ്റ് ഈസ് എ സൈനോബാക്ടീരിയം. മൈക്കോബിയൻ പെർഫോംസ് ഫോളോയിങ് ഫങ്ഷൻസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ആൽഗെ. ആൽഗെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ മൈക്കോബിയന്റെ സഹായിക്കും. ഇറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ദ ലൈക്കൺ. ലൈക്കണിന് വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അറ്റാച്ചസ് ദ താലസ് ടു ദ സബ്സ്ട്രാറ്റം ലൈക്ക് റോക്സ്, ബാർക്സ് ഓഫ് ദ ട്രീസ് എക്സെട്ര. ഇതിന്റെ താലസിനെ സബ്സ്ട്രാറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലൈക്കൺസിന്റെ താലസിനെ സബ്സ്ട്രാറ്റം റോക്ക് ആവാം, ബാർക്ക് ആവാം, എനിത്തിങ് ഓഫ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആൽഗയുടെയും ഫംഗയുടെയും ഒരു സിംബോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൺസ്. ഫംഗൽ കമ്പോണന്റിന്റെ മൈക്കോബിയന്റ് എന്ന് പറയൂ, ആൽഗൽ കമ്പോണന്റിനെ ഫൈക്കോബിയന്റ് എന്ന് പറയുന്നു. ഇത്രയുമാണ് നമുക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ളത്. അങ്ങനെ 2 ക്ലാസ് ആയിട്ട് ബയോളജി ക്ലാസിഫിക്കേഷൻ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ലോഡ് ചെയ്തേക്കാം. അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട്സുകളും വീഡിയോ ക്ലാസ്സസും ഓഡിയോ ക്ലിപ്സും വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രൊവീസ് ആപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ പ്രൊവീസ് ആപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.